യെസ്, ഈ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റിയ 9 വയസ്സുകാരി ഓർമ്മയുണ്ടാവും. അതെ, അത് വീണ് പരിക്കേറ്റ് കൈക്കെന്തോ പൊട്ടുണ്ടായി, പിന്നീട് ഇൻഫെക്ഷനായി കൈമുറിച്ചു. വലിയ ദുഃഖം ഉണ്ടാക്കിയൊരു വാർത്തയായിരുന്നു അല്ലെ. ആ കുഞ്ഞു പ്രായത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ആ കുഞ്ഞിന്റെ കൈവിരലൊക്കെ. എന്നാലും ഈ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റിയ പാലക്കാട്ടെ 9 വയസ്സുകാരിക്ക് സർക്കാർ അന്ന് സഹായമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ സർക്കാർ സഹായം നൽകുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. കഴിഞ്ഞ ഒരു മാസമായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയിൽ കഴിയുകയാണ്. ഭക്ഷണത്തിന് ഉൾപ്പെടെ പണമില്ലെന്നും വീടിന്റെ വാടക കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുമാണ് കുട്ടിയുടെ അമ്മ പ്രസീത മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഒരു മാസം മുമ്പ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒരു 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സംഭവത്തിന് ശേഷം, അതായത് കുട്ടി ഇപ്പോഴും ചികിത്സയിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കുട്ടിയുടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 സർജറിയോളം ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ സമയത്ത്, അതായത് ഈ ചികിത്സാ വീഴ്ച ഉണ്ടായ സമയത്ത് ചില പ്രഖ്യാപനങ്ങൾ മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മറ്റു ആളുകളുടെ ഭാഗത്തുണ്ടായി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇവർക്ക് നഷ്ടപരിഹാരം നൽകാം, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ പഠനത്തിനടക്കം സഹായം നൽകാമെന്നുള്ള അറിയിപ്പുകൾ, അത്തരത്തിലുള്ള അറിയിപ്പുകൾ നേരത്തെ നൽകിയെങ്കിലും അതൊന്നും പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തിരിക്കുകയാണ് ഇപ്പോൾ കുട്ടിയുടെ മാതാവ് പ്രസീത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ സമയത്ത് ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞത് സഹായം ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നീട് അങ്ങനെ അറിയിപ്പോ അങ്ങനെ അവർ ബന്ധപ്പെടുകയൊന്നും ചെയ്തില്ല. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. നമ്മളാരും ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര ദിവസമായി, 32 ദിവസമായി ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ നമുക്ക്, പക്ഷെ ഒന്നും സഹായിച്ചിട്ടില്ല. ഫോണിൽ വിളിച്ചു ചോദിച്ചു ആരെങ്കിലും എന്താണ് കുട്ടിയുടെ അവസ്ഥ എന്നുള്ളത്? നമ്മുടെ ബിജു MLA നമ്മുടെ നെന്മാറ മണ്ഡലം MLA വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുമായിരുന്നു. പിന്നെ അവർ എന്തോ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വേറെ ആരും വിളിച്ചിട്ടില്ല നമ്മളെ. കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ? കുട്ടിയുടെ അവസ്ഥ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലാന്നുമില്ല, വേദനയുണ്ട്. ഇപ്പം തന്നെ ഐസിയിലാണ്. അപ്പം അവള് ചോദിക്കുന്നത് നമ്മുടെ ആ കൈയിൻ്റെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവളിപ്പോൾ. കൈ അമ്മ എനിക്ക് കൈ കിട്ടുമോ പറഞ്ഞ് ചോദിക്കുകയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിന്നോ വേറെ ആൻ്റെ നിന്നോ നമുക്കിപ്പോൾ ഒന്നും കിട്ടണില്ല. അപ്പം മരുന്ന് മാത്രം പറഞ്ഞ് ഫ്രീ ഉള്ളൂ, ബാക്കിയൊന്നും നമുക്കില്ല. ഭക്ഷണം വാങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പറഞ്ഞ് പഠിക്കും. പിന്നെ രാവിലെയും നമ്മൾ കടയിൽ നിന്ന് പഠിക്കണം, വൈകിട്ട് നമ്മൾ കടയിൽ നിന്നാണ് പഠിക്കണം. 32 ദിവസമായി നമ്മ ഹോസ്പിറ്റലായിട്ട്. ജോലിക്ക് പോയിരുന്നല്ലോ? പോയിട്ടില്ല. ഒരു 32 ദിവസം നമ്മ ഇവിടെ വന്നപ്പോൾ തൊട്ട് പണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അവളുടെ പഠിപ്പ് എന്തായാലും പോയി. പിന്നെ ഇനി ചെറിയ കുട്ടികളുണ്ട്, 2 പിഞ്ചു കുട്ടികൾ. അവര് പിന്നെ അവിടെ ആയതുകൊണ്ട് ഭയങ്കര കരച്ചിലാണ്. കുട്ടികളെ കാണാൻ പറ്റില്ല. പിന്നെ അവർക്ക് നമ്മളെയും കാണാൻ പറ്റേണ്ടത് കരയാണ്. അപ്പോൾ ഇന്ന് വരും, ഇന്ന് കൂട്ടിയിട്ട് വരും. ഭർത്താവും ഈ കുട്ടിയുടെ ഒപ്പം തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ കൂടെ തന്നെ ഇരിക്കണം. അതുകൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പം 32 ദിവസമായി നമുക്ക് വീട്ടിലിരിക്കുന്നതുകൊണ്ട് വാടക കൂടുകയാണ്, ഓട്ടോ ചാർജ് എല്ലാം. നമുക്ക് ഇനി അവിടെ പോയാലേ എല്ലാം അറിയുള്ളൂ, കറണ്ട് ബില്ല് അത് ഇത് എല്ലാം. പക്ഷെ ഇവർ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും പറഞ്ഞിട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത പോലെ ആക്കുകയാണ്. കാരണം നമുക്കൊന്നും കിട്ടുമോ എന്നൊന്നും നമുക്കറിയില്ല. ഇനി അവളുടെ കൈയിൻ്റെ കാര്യം നമുക്കൊന്നും അറിയില്ല. അമ്മ എൻ്റെ കൈ പോയില്ലമ്മ, അമ്മ കൈ പോയില്ലേ കൊണ്ട് ഭയങ്കര കരച്ചിലാണ്. ഒരാൾ തൊടാൻ വിടില്ല, ഒരു ഇഞ്ചക്ഷൻ പോലും കുത്താനായിക്കില്ല. കാരണം അവൾക്ക് പേടി വന്നു, ഭയങ്കര പേടിയായി. പറഞ്ഞാൽ അവൾ നേഴ്സുമാർ ആരെങ്കിലും വന്നാലും ഭയങ്കര പേടിയോടെ വിറക്കിയൊക്കെ ചെയ്യുന്നവള്. ഭയങ്കര പേടിയാണ് ഇപ്പോൾ. ആര് വന്നാലും അമ്മ നമുക്ക് പോവുക, അങ്ങനെ എനിക്ക് പേടിയമ്മ, എന്നെ തൊടണ്ടമ്മ, ഡോക്ടർമാരെ തൊടണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കൈ മുറിച്ചതിലൂടെ അവൾക്ക് പേടി ഭയങ്കരമായി വന്നു. അതാണ് ഈ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ കൈ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മാതാവിൻ്റെ വാക്കുകളാണ് കേട്ടത്. അവർ പറയുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്ന, അതായത് സാധാ കൂലിപ്പണി എടുക്കുന്ന ഭർത്താവായിരുന്നു അവർക്കുള്ള അച്ഛൻ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ. അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ രീതിയിൽ ഇവരുടെ ചിലവുകളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അധികൃതർ ഇടപെട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ കൂടി ഒരു പ്രതികരണം അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ മാതാവ് മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.